ഞാനിപ്പോൾ ഉള്ളത് ആനക്കാംപൊയിലാണ് കേട്ടോ. ഇതാ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന് മേളിക്കൂടെയുള്ള ആ ഒരു പാലത്തേക്കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്ത് രസമുള്ള ഒരു കാഴ്ചയാണെന്നറിയാം. പക്ഷെ വന്ന സമയം തെറ്റിപ്പോയേ, ഇപ്പൊ ഉച്ച സമയമായി. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആര് വന്നാലും നമ്മൾ കുട്ടികളെ ആണെങ്കിലും വലിയവരെ ആണെങ്കിലും എല്ലാവരും അവർ ശ്രദ്ധിച്ചോളും. പക്ഷെ ഈ പതങ്കയം എന്ന് പറയുന്ന ഇതിന്റെ മേളിലൊരു സ്ഥലമുണ്ട്. ആ പുഴയിൽ പല പല നമ്മൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ ചുഴികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടീനേജ് പിള്ളേർക്കേ അത് അറിയത്തില്ലാതെ അവിടെ പോയിട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നടന്നു. പക്ഷേ ഈ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പൊ ഭയങ്കര സെക്യൂരിറ്റിയാണ്, സേഫാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണുകയും പുഴ കാണുകയും ഒക്കെ ചെയ്യാം. അരിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരെ സംരക്ഷിക്കുന്ന സ്റ്റാഫാണ് ഇവരൊക്കെ കേട്ടോ. ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാൽ ഈ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് ഒരു അപകടവും ഇല്ലാതെ നമുക്ക് തിരിച്ചു പോകാം അല്ലേ. മനോഹരമായ സ്ഥലങ്ങളാണ്. പക്ഷേ സഞ്ചാരികൾ ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലൈഫ് ഗാർഡുകളായിട്ട് 2 പേരുണ്ട്. ടിക്കറ്റ് കൗണ്ടർ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇത് മഴക്കാലം ജൂൺ തൊട്ട് ഞങ്ങളിവിടെ കുളിക്കാൻ ഇറക്കുകയില്ല. അപ്പോൾ കാട്ടിലൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം, നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ പെട്ടെന്ന് വെള്ളം കയറി വരും. അപ്പോൾ നമ്മൾ കുളിക്കാൻ ഇറക്കുന്ന ആൾക്കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകും. അങ്ങനെ വർഷത്തിൽ 3-4 പേരൊക്കെ മുകളിൽ ഈ ഇരുവഴിഞ്ഞിപ്പുഴയുടെ പല ഭാഗത്തും ഇങ്ങനെ അപകടത്തിൽപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സുരക്ഷിതമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ മലയോര മേഖലയിലെ പുഴകളിലൊക്കെ ശരിക്ക് ജൂൺ തൊട്ട് ഒരു നവംബർ വരെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഒരു നീന്താനുള്ളൊരു സ്പേസ് ഇല്ല, പാറക്കെട്ടുകളാണ്. നമ്മൾ പെട്ടെന്ന് വെള്ളം വന്നാൽ നമ്മളെയും കൊണ്ടങ്ങ് പോകും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പാറയ്ക്ക് തലയടിച്ച് നമ്മൾ അപകടത്തിൽപ്പെടും. വെള്ളത്തിൽ ഒന്നും അറിയില്ല. പാറകളിൽ ഒത്തിരി പിന്നെ കുഴികളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പുഴയിലുണ്ട്. അപ്പം വന്ന് കണ്ട് ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാകില്ല. ഫാമിലി ആയിട്ട് ഈ വേനൽക്കാലം ഡിസംബർ തൊട്ട് മെയ് വരെ ഫാമിലി ആയിട്ട് വന്ന് കണ്ട് കുളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞേ, ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് എൻട്രി ഫീസ് 10 രൂപയാണ് ഉള്ളത്. പിന്നെ ഇത് പാർക്കിങ്ങിന്റെ വേറെ ആണ്. നമുക്ക് എൻട്രി ഫീസ് ആയിട്ട് 10 രൂപയാണ്. രാവിലെ 5 മണി മുതൽ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം. വെള്ളം കൂടി വരുന്ന കണ്ടോ. നമുക്കറിയത്തില്ല, മലയ്ക്ക് മഴ പെയ്താല് നമുക്ക് നാട്ടില് മഴ ഇല്ലെങ്കിലും വെള്ളം വേഗം വരും കേട്ടോ. അതാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഫോറസ്റ്റിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര അതിഭീമമായിട്ടുള്ള വെള്ളം വരും. അപ്പോൾ അത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അത് അറിയില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവിടെ വന്ന് കണ്ട് പോയാൽ യാതൊരു അപകടങ്ങളും ഇവിടെ